ഉടുത്തൊരിത് എങ്ങടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോവാട്ടാ. അപ്പോൾ പള്ളിയിൽ പോകാനുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴൊരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചത്. കുറേ ദിവസമായി സാരി കൊടുത്തില്ല. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചേനെ കൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. അങ്ങനെ പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഇത്തിരി നേരം വൈകി. പിള്ളേർക്ക് ഇന്ന് ക്വിസ് മത്സരം ഉണ്ടാവുമായിരുന്നു. അത് കഴിഞ്ഞ് വരാൻ ഇത്തിരി വൈകി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ അക്കു പറഞ്ഞു അനുവിനെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാമെന്ന്. അവനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുള്ളൂ. അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവൻ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചവിട്ടാന്നുള്ളൊരു ഇതായി. പുറകിൽ പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു എന്നാൽ ഞാനും കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അവളെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഇത് അവന് മാത്രമേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വലിയവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. അങ്ങനെ അക്കു കേട്ടോ അവളെ പഠിപ്പിച്ചത്. അവൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്നും പറഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി കിടന്നുറങ്ങി. ഒരുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേനും സമയം 4 മണിയായി. 4 മണിയൊക്കെ ആയി. എണീറ്റ് ചായയും പൂരിയൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ ഞായറാഴ്ചയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പൂരി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പൂരിയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പുഴയിൽ പോവുകയെന്ന് പറഞ്ഞു. കുറേ ദിവസമായി അവരെ പുഴയിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോവുകയാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുഴയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ സൈക്കിളിന് ബ്രേക്കില്ല എന്ന് പറഞ്ഞത്. അത് കടിച്ചു പിടിച്ചിട്ട് വലിക്കാട്ടാ. കടിച്ചു പിടിച്ചിട്ട് വലിക്കുമ്പോൾ അപ്പം പറഞ്ഞ കണ്ടപ്പോൾ അത് ഒന്നും അറിയാത്ത പറ്റി ഇരിക്കണതാട്ടാ. അങ്ങനെ ചേച്ചിമാരെ അവളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പുഴയിലൊക്കെ പോയി. പുഴ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പുഴയിൽ പോയി ഇത്തിരി നേരം കൂടി മീൻ പിടിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വൈകുന്നേരമായി. അപ്പം ഞാനൊന്ന് ചേട്ടനോട് പറഞ്ഞു എന്നാൽ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് വരാൻ പോയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്കടുത്ത് കാപ്പി കുടിക്കാൻ പോവാമെന്നും പറഞ്ഞ് അങ്ങനെ പോയിട്ടാ. എന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. അതേമാതിരി വേഷത്തില്ല ഞാൻ. കാരണം മുടിയൊന്നും കെട്ടിയിട്ടില്ല. വീട്ടിലിട്ട ഡ്രസ്സേപ്പാട് അങ്ങനെ ഇറങ്ങി പോവുക ചെയ്തത്. മുടിയൊന്നും ഒതുക്കി പോലും വെക്കാതെ ഏട്ടാ ഇറങ്ങി ഓടിയത്. അല്ല കാപ്പി കുടിക്കാൻ പോവല്ലേ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ഇതൊക്കെ. കാരണം ഇച്ചായൻ ജോലിക്ക് പോകണ കാരണം ആഴ്ചയിൽ വരുമ്പോൾ ഒരു ദിവസം മാത്രം. അപ്പം കിട്ടിയ ഡ്രസ്സാപ്പാടെ അങ്ങനെ ഇറങ്ങിയതാട്ടാ. അപ്പോൾ അങ്ങനെ ഇറങ്ങി കാപ്പിയൊക്കെ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അപ്പോഴത്തേനും കാപ്പി തന്നു. കാപ്പി നല്ല അടിപൊളിയിട്ട് കാപ്പിയാണ്. 25 രൂപയുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ കുറച്ച് ഫോട്ടോയും കൂടി എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, നല്ല വെള്ളം നല്ല അടിപൊളി കാപ്പി കിട്ടാം. അങ്ങനെ കാപ്പി കുടിച്ചു, ഇത്തിരി ഫോട്ടോ എടുത്തു. ഇതിനെ കണ്ടില്ലേ പ്രായത്തിരിക്കണ മാതിരി മുടിയൊക്കെ മറ്റേ പറക്കുന്നിട്ട് മറ്റേ ഇവിടെ മുട്ടുമെന്ന് മറ്റേ മുടിയാണ്. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. ആരും ഡ്രസ്സ് മാറാനും മുടി കെട്ടാനും അങ്ങനെ നിന്നില്ല. ഇട്ട ഡ്രസ്സ് എപ്പോഴും ഇറങ്ങി ഓടുക എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഉറങ്ങി ഓടിയതാട്ടാ. അങ്ങനെ തിരിച്ച് വന്ന് കുറച്ച് നേരം കൂടി അവർ സൈക്കിൾ ചവിട്ടി ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.